ദേശീയ വികാരമുള്ളവർ എന്താ ഈ ദേശീയഗാനത്തോടൊക്കെ വൈകാരികതയുള്ള ആൾക്കാർ തന്നെ നിരവധി പേർ ഈ ഒരു അവസ്ഥയിൽ എഴുന്നേറ്റ് നിൽക്കാത്തൊരവസ്ഥ കൂടി ഉണ്ടായിട്ടുണ്ട്. ഞാൻ തുറന്നു പറയാം, ഒരു സിനിമയ്ക്ക് ഞാൻ എഴുന്നേറ്റില്ല. എന്നാൽ എനിക്കൊരു വയ്യായി കൂടി ഉണ്ടായിരുന്നു, എനിക്ക് എഴുന്നേൽക്കാൻ പറ്റില്ല. അങ്ങനെ നിരവധി ആൾക്കാരുണ്ട് എന്നോട് പ്രതിഷേധ സൂചകമായിട്ട് ചെയ്യുന്നവരും അല്ലാത്തവരും. അത് തൽക്കാലം അതിന് അങ്ങനെ ആ രീതിയിൽ ദേശീയഗാനം ആലപിക്കുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നില്ല എന്ന കാരണം കൊണ്ട് അറസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ജനാധിപത്യ വിരുദ്ധവും സ്വാതന്ത്ര്യത്തിനുള്ള കയ്യേറ്റമായിട്ടാണ് എൻ്റെ ഒരു അഭിപ്രായം, വ്യക്തിപരമായ അഭിപ്രായം. പറഞ്ഞത് എങ്ങനെയാണെങ്കിൽ ഞാൻ കുറ്റക്കാരനാണ്. ഒരു സിനിമയ്ക്ക് ഇവിടെ ദേശീയഗാനം നടക്കുമ്പോൾ ഞാൻ എഴുന്നേറ്റുന്നില്ല. ആ അർത്ഥത്തിലാണെങ്കിൽ ഞാനൊക്കെ ഈ രീതിയിൽ അറസ്റ്റ് ചെയ്യപ്പെടേണ്ട ഒരാൾ തന്നെയാണ്. ഇത് നിരീക്ഷിക്കാൻ ഒരു പ്രത്യേക പോലീസ് ഉദ്യോഗസ്ഥനെ ഏർപ്പാടാക്കുകയും ഇവരെ കസ്റ്റഡിയിൽ എടുക്കാനും DGP നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. എനിക്കറിയില്ല, അതിൻ്റെ കാര്യങ്ങൾ എനിക്കറിയില്ല, ഇതെന്താണെന്നുള്ളത് അറിയില്ല. അല്ല, സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. ഇത് ഇപ്പോഴും പറഞ്ഞിട്ടാണ്, ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെ അറസ്റ്റ് ചെയ്യപ്പെട്ടെങ്കിൽ അത് ഭാവിയിൽ ഇത് പോലീസ് അറസ്റ്റ് എന്നുള്ളൊരിതില്ല. അത് ഒരുപക്ഷെ ഭാവിയിൽ ആരെങ്കിലും ഈ രീതിയിൽ കാരണം ഈ ഒരു കാരണത്താൽ അത് ബാക്കിയുള്ള എന്താ വേണ്ടത് തിയേറ്ററിനകത്ത് തന്നെയുള്ള മറ്റുള്ള ആൾക്കാർ ഈ രീതിയിലുള്ള കൈകാര്യം ചെയ്തൊരവസ്ഥ ഉണ്ടായിരുന്നു. അത് വളരെ മോശപ്പെട്ട ഒരു സാമൂഹ്യ അന്തരീക്ഷത്തോട് സൃഷ്ടിക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അതിനുള്ള അതില്ലാതാക്കാനുള്ള വലിയ തയ്യാറെടുപ്പ് നമ്മുടെ സാമൂഹ്യ ബോധം അതിനെ പ്രതിരോധിക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തുന്നതാണ് എനിക്ക് വ്യക്തിപരമായിട്ട് എൻ്റെ അഭിപ്രായം. ഇല്ല, ദേശീയഗാനം പാടാൻ ദേശീയഗാനം ഒരു പക്ഷേ ശാമ്പനകൾ പറഞ്ഞാൽ ദേശീയഗാനം പാടാൻ ഞങ്ങൾക്ക് ഇത് മുന്നേ പരിചയമില്ല. മുംബൈയിലൊക്കെ ഉണ്ടാകുമ്പോൾ കുറേ കാലങ്ങളായിട്ട് തിയേറ്ററിൽ ദേശീയഗാനം ആലപിക്കപ്പെടുന്നുണ്ട്. അത് പക്ഷേ കേരളത്തിൽ ഇത് ഇന്ന് വന്നേ ഉള്ളൂ. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ ദേശീയഗാനത്തോടുള്ള ആഭിമുഖ്യമൊക്കെ ഉണ്ടാകുമ്പോഴും അപ്പോൾ ഒരു നിർബന്ധമായിട്ട് ദേശീയഗാനം പാടുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം എന്നൊക്കെയുള്ള ആ വ്യവസ്ഥയോട് വിയോജിപ്പുള്ളവരുണ്ടാവും. അവർക്ക് ഇരിക്കാനുള്ള സ്വാതന്ത്ര്യവും ഒരുപക്ഷെ നമ്മുടെ മിനിസ്റ്റർ തന്നെയാണ്, സാംസ്കാരിക വകുപ്പ് മന്ത്രി തന്നെയാണ് പറഞ്ഞത് നിൽക്കുന്നവർക്ക് നിൽക്കാം, ഇരിക്കുന്നവർക്ക് ഇരിക്കാം എന്നുള്ള രീതിയിലുള്ള ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. ആ പ്രസ്താവന തീർച്ചയായിട്ടും വ്യക്തിപരമായിട്ട് എൻ്റെ ഒരു പക്ഷം എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രസ്താവനയോട് കൂടെ തന്നെയാണ്. യോജിക്കുന്നവർക്കൊക്കെ യോജിക്കാം, ദേശീയഗാനം പാടുന്നവർക്ക് കൂടെ പാടാം. ആർക്കെങ്കിലും ഇരിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ അവർക്ക് ഇരിക്കാനുള്ള സ്വാതന്ത്ര്യം നിർബന്ധമായിട്ട് ഉണ്ടാവണം. അതാണ് എൻ്റെ പക്ഷം.